നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീചാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കറണ്ട് അഫെയറിൽ നിന്ന് 20 മാർക്കോളം ചോദ്യങ്ങളാണ് നമുക്ക് എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് കിട്ടാറുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ടുകൾ തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഡൊമിനിക്കയാണ്. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993 മുതൽ 2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഡൊമിനിക്ക. ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമാണ്. ഇന്ത്യ 6ാം സ്ഥാനത്താണ്. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഗ്രോക്ക് 3 എന്നതാണ്. ദെൻ 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത് പങ്കജ് അദ്വാനി. 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയത് പങ്കജ് അദ്വാനി. 2023-24 ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വെളിയന്നൂരാണ്. വെളിയന്നൂർ കോട്ടയം ജില്ലയിലാണ്. വെളിയന്നൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്വരാജ് ട്രോഫികൾ. പൊതുവെ ചോദ്യങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. നമ്മൾ 2023-24 ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വെളിയന്നൂർ കോട്ടയം ജില്ലയിൽ. സമ്മാനത്തുക 50 ലക്ഷം രൂപയാണ്. മറ്റു പുരസ്കാരങ്ങൾ: ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് 1ാം സ്ഥാനം. ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് പെരുമ്പടപ്പാണ്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം നേടിയത് ഗുരുവായൂരാണ്, തൃശ്ശൂരിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത്. അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം ജില്ലയിലെ, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറത്തെ പെരുമ്പടപ്പ്, മികച്ച മുനിസിപ്പാലിറ്റിയുടെ സ്വരാജ് ട്രോഫി നേടിയത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൃശ്ശൂർ. 2023-24 സ്വരാജ് ട്രോഫിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല. ഇന്ത്യയിൽ ആദ്യമായി ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗിലെ മൃഗശാലയുടെ യഥാർത്ഥ പേര് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എന്നതാണ്. ദെൻ പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് വേദിയാകുന്നത്. പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദാണ്, സൗദി അറേബ്യയിലെ റിയാദ്. 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് നടക്കുന്നത്. 2027 റിയാദിൽ വെച്ചിട്ട്. ദെൻ ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിന് ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരംഭിച്ച ഏത് കമ്മീഷൻ്റെ കാലാവധിയാണ് 3 വർഷത്തേക്ക് കൂടി നീട്ടിയത്? ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിന് ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരംഭിച്ച ഏത് കമ്മീഷൻ്റെ കാലാവധിയാണ് 3 വർഷത്തേക്ക് കൂടി നീട്ടിയത്? സഫായി കർമ്മചാരി കമ്മീഷനാണ്. സഫായി കർമ്മചാരി കമ്മീഷൻ 1993 നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസ് ആക്ട് പ്രകാരമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി കമ്മീഷൻ നിയമിച്ചത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സഫായി കർമ്മചാരി ആക്ട് പ്രകാരം നിലവിൽ വന്ന സഫായി കർമ്മചാരി കമ്മീഷൻ. ദെൻ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. BBCയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി 2 വെങ്കല മെഡലുകൾ നേടിയ താരമാണ് മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കായി 2 വെങ്കല മെഡലുകൾ നേടി. ദെൻ ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2 മെഡലുകൾ നേടുന്ന, ഒരേ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ കായിക താരമാണ് മനു ഭാക്കർ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചു വയ്ക്കുക. ഷൂട്ടിംഗ് ആണ് അവരുടെ ഇനം. ദെൻ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം മുഹമ്മദ് അസ്റുദ്ദീനാണ്. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം മുഹമ്മദ് അസ്റുദ്ദീൻ. ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിലാണ് അദ്ദേഹത്തിന് സെഞ്ചുറി നേട്ടം. ദെൻ അടുത്ത ചോദ്യം: ഈയിടെ ഡൽഹി തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഡൽഹി തിരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രിയാണ്, ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. BJP ആണ് അധികാരത്തിൽ വന്നത്. BJPയുടെ മുഖ്യമന്ത്രിയായത് രേഖാ ഗുപ്തയാണ്. 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത. ആം ആദ്മി പാർട്ടിയായിരുന്നു ഇത്രകാലം അധികാരത്തിൽ. അതിനെ മാറ്റിക്കൊണ്ട് BJP അധികാരത്തിൽ വന്നു. രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. 4ാം വനിതാ മുഖ്യമന്ത്രിയാണ്.
മുൻപ് ഉണ്ടായിരുന്ന വനിതാ മുഖ്യമന്ത്രിമാർ സുഷമ സ്വരാജ്, BJPയുടെ സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, കോൺഗ്രസിൻ്റെ ഷീല ദീക്ഷിതും, അതിഷി ആം ആദ്മി പാർട്ടിയുടെ അതിഷി ആയിരുന്നു ഇത്രകാലം മുഖ്യമന്ത്രിയായ വ്യക്തികൾ. ഇനി മുതൽ രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫെയർ ചോദ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ്. ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ സ്വരാജ് ട്രോഫി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക, നോട്ടുകൾ തയ്യാറാക്കി പഠിച്ചു വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്